നമോ നാരായണായ. തൃതീയസ്കന്ധം ദശകം 8 ശ്ലോകം 1. ഏവം താവൽ പ്രാകൃതപക്ഷയാന്തി ബ്രാഹ്മേ കൽപ്പേ ആദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്തയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ശ്ലോകം 2. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാചരജനീ ബഹുശോ നിനായാം നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടേ നൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രിം. ശ്ലോകം 3. അസ്മാദിശാ പുനരഹ മുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവത്പ്രസാദാൽ പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ജപരായുഷാം തു സുപ്തപ്രബോധസമാസ്തേ തദാപി സൃഷ്ടിഃ. ശ്ലോകം 4. പഞ്ചദശാബ്ദമധുനാ സവയോർദ്ധരൂപ ഏകം വരാദമതിവൃത്യ ഹി വർത്തദേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. ശ്ലോകം 5. ദിനാവസാനേ ദശരോജയോനിഃ സുഷുപ്തികാമസ്ത്വയ സന്നിലില്യേ ജഗന്തി ജത്തുജ്ജഠരം സമീയോ തദേതേകാർണവമാസവിശ്വം. ശ്ലോകം 6. തവൈവ വേഷേ ഫണിരാജശേഷേ ജലീകശേഷേ ഭുവനേസ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാഹം. നമസ്തേ. ദശകം 8. ദശകം 7 ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. ഇനി അത് കഴിഞ്ഞ് സൃഷ്ടി കർമ്മം കഴിഞ്ഞതിന് ശേഷം എത്രയോ കാലം അത്ര തന്നെ, അതായത് സൃഷ്ടിക്കെടുത്ത് അത്ര തന്നെ സമയം രാത്രിയുമുണ്ട്. അത് പ്രളയം ആയിട്ടാണ് കാണുന്നത്. നൈമിത്തിക പ്രളയം എന്ന് പറയും. അതാണ് ഈ ദശകത്തിൽ ആദ്യം തന്നെ പറയുന്നത്. പ്രാകൃത പ്രക്ഷയാന്തേ ആദിമേ ബ്രാഹ്മകൽപ്പേ. പ്രാകൃത പ്രളയാവസാനത്തിൽ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ഏവം താവത് ലബ്ധജന്മാ ബ്രഹ്മ, ജന്മം ലഭിച്ച ബ്രഹ്മാവ് ഭൂയഃ ത്വത്തഃ ഏവ വേദാൻ ആപ്യ, വീണ്ടും അങ്ങിൽ നിന്ന് തന്നെ വേദങ്ങൾ ലഭ്യമായി പൂർവകൽപ്പോപമാനാം സൃഷ്ടിം ചക്രേ, മുൻകൽപ്പത്തിൽ ചെയ്തതുപോലെ സൃഷ്ടി ചെയ്തു. ആദ്യം വിരാട് സ്വരൂപനിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവിനോട് സൃഷ്ടികർമ്മം ചെയ്യാനായിട്ട് ഭഗവാൻ ഉപദേശിച്ചു. എങ്ങനെയാണ് സൃഷ്ടികർമ്മം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ തപസ് ചെയ്യാൻ പറഞ്ഞു. ആ തപസ് ചെയ്തതിൽ നിന്ന് അതിൻ്റെ തത്വം മനസ്സിലാക്കി. അങ്ങനെ ആദ്യത്തെ ആ വിരാട് സ്വരൂപനിൽ നിന്നുണ്ടായ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തി. അത് കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ കൽപ്പം എന്നാണ് പറയുന്നത്. ആ കൽപ്പത്തിന് പകൽ കൽപ്പമെന്നും രാത്രി കൽപ്പമെന്നും പേരുണ്ട്. പകൽ കൽപ്പത്തിലാണ് ബ്രഹ്മാവ് സൃഷ്ടി കർമ്മങ്ങൾ ചെയ്യുക. രാത്രി കൽപ്പത്തിൽ ലയിച്ചു ചേരുന്ന ഭഗവാനിൽ വിരാട് സ്വരൂപിൽ ലയിച്ചു ചേരുകയാണ്. അതിനാണ് പ്രളയം എന്ന് പറയും. അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബ്രഹ്മാവ് ഉണ്ടാവുന്നു, ജനിക്കുന്നു. അത് രണ്ടാമത്തെ ബ്രഹ്മാവെന്ന് പറയാം. നമുക്ക് രണ്ടാമത്തെ ബ്രഹ്മകൽപ്പം എന്ന് പറയാം. അപ്പോൾ ആ രണ്ടാമത്തെ ബ്രഹ്മാവിൻ്റെ ഉത്ഭവവും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ദശകത്തിൽ വിശദീകരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ശ്ലോകം സാ അയം ചതുർയുഗ സഹസ്രമീതാനി അഹാനി. ആ ബ്രഹ്മാവ് 1000 ചതുർയുഗകാലമാകുന്ന പകലുകളും താവന്മീത രജനീജ ബഹുശഃ നിനായ, അത്രയും രാത്രികളും പലതവണ നയിച്ചു. അസൗ സ്വസൃഷ്ടൈ സമം ത്വയി നിലീയ നിദ്രാതി. ഈ ബ്രഹ്മാവ് താൻ സൂക്ഷിച്ച ലോകത്തോടൊപ്പം അങ്ങയിൽ ലയിച്ചു ഉറങ്ങുന്നു. അതാ നൈമിത്തിക പ്രളയം അസ്യ രാത്രിയും ആഹു. ഈ കാരണത്താൽ നൈമിത്തിക പ്രളയത്തെ ബ്രഹ്മാവിൻ്റെ
രാത്രിയായിട്ട് പറയും. നമ്മുടെ ഒരു ദിവസം പോലെ തന്നെ ബ്രഹ്മാവിനും ഒരു ദിവസം എന്ന് പറയുന്നത് കൽപ്പം എന്നാണ് പറയുന്നത്, ഒരു കൽപ്പം. ആ കൽപ്പത്തിന് പകൽ കൽപ്പവും രാത്രി കൽപ്പവും, നമ്മൾ ഒരു ദിവസത്തിന് രാത്രിയും പകലുമായിട്ട് പറയുന്നുണ്ടല്ലോ, അതുപോലെ ബ്രഹ്മാവിനുമുണ്ട്. ആ പകൽ കൽപ്പത്തിൽ ആണ് സൃഷ്ടി, രാത്രി കൽപ്പത്തിൽ ഉറങ്ങണം. ആ ഉറക്കത്തിനാണ് ഇവിടെ ലയം, പ്രളയം എന്ന പകർഷേണയുള്ള ലയനം, അതാണ് പ്രളയം എന്ന്. ഭഗവാനിൽ തന്നെയാണ് ലയിക്കുന്നത്. അതെപ്പോഴും ആ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ കാലഗണനയും ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലവും തമ്മിലുള്ള ആ ദൈർഘ്യത്തെപ്പറ്റി ഇന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത് ഒരു ചുരുക്കത്തിൽ ഞാനൊരു നോട്ട് പോലെ ഇതിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ വ്യാഖ്യാനത്തിൽ. മനുഷ്യൻ്റെ 365 ദിവസങ്ങളടങ്ങിയ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം. 365 ദേവദിവസം ദേവന്മാരുടെ ഒരു വർഷം. 4800 ദേവവർഷം കൃതയുഗം. 3600 ദേവവർഷം ത്രേതായുഗം. 2400 ദേവവർഷം ദ്വാപരയുഗം. 1200 ദേവവർഷം കലിയുഗം. 12000 ദേവവർഷം ഒരു ചതുർയുഗം. ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 ചേർന്നതിനാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. 71 ചതുർയുഗങ്ങൾ ഒരു മന്വന്തരം. അങ്ങനെയുള്ള 4 യുഗങ്ങൾ ഒന്നിച്ചേർന്ന് 71 ആവർത്തി വരുമ്പോൾ ഒരു മന്വന്തരം. 1000 ചതുർയുഗങ്ങൾ ബ്രഹ്മാവിൻ്റെ പകൽ സമയം, പകൽ കൽപ്പം. ബ്രഹ്മാവിൻ്റെ പകലിൻ്റെ ദൈർഘ്യം വരുന്നത് 1000 ചതുർയുഗങ്ങൾ. 1000 ചതുർയുഗങ്ങൾ ബ്രഹ്മാവിൻ്റെ രാത്രി, അത്ര തന്നെ രാത്രി. രാത്രി കൽപ്പം, ഇതിന് നൈമിത്തിക പ്രളയം എന്നും കൂടി നമ്മൾ പറയുന്നു. 2000 ചതുർയുഗങ്ങൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. ബ്രഹ്മാവിൻ്റെ ദിവസത്തെ കൽപ്പം എന്നാണ് പറയുക. 365 ബ്രഹ്മദിവസം ഒരു ബ്രഹ്മവർഷം. 100 ബ്രഹ്മവർഷം ബ്രഹ്മാവിൻ്റെ ഒരു ആയുഷ്കാലം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് എത്രയാണ്? 100 ബ്രഹ്മവർഷം. അപ്പോഴേക്കും എത്രയോ യുഗങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ ആ സങ്കല്പിക്കാനും പോലും പറ്റാത്തത്ര ദൈർഘ്യമാണ് ആ യുഗങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ തന്ത്രശാസ്ത്രത്തിലൊക്കെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എത്ര കാലം വരെ അത് നീണ്ടു നിൽക്കണം എന്ന് പറയുമ്പോഴൊക്കെ കൽപ്പാന്തകാലത്തോളം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിഗ്രഹപ്രതിഷ്ഠ നടന്ന് ആദ്യമായിട്ട് തന്ത്രി പ്രതിഷ്ഠിക്കപ്പെട്ട് ദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥന? അങ്ങ് ഇവിടെ അധിവസിക്കണം, ഇവിടെ ഈ ശ്രീകോവിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എത്ര കാലം വരെ? കൽപ്പാന്തകാലത്തോളം. അതാണ്. അതെപ്പോഴും ആളുകൾ മറക്കുന്നു. ഒരു 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ അല്ല, കൽപ്പാന്തം, ഒരു ബ്രഹ്മാവിൻ്റെ പകൽ, ഈ ഇപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ പകൽ സമയം വരെ നിലനിൽക്കണം. അപ്പോൾ ക്ഷേത്രാചാര അനുഷ്ഠാനങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതാണെന്ന് പറയുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ പരിഷ്കരിക്കപ്പെടേണ്ടതല്ല. അതിന് കൽപ്പം, ഒരു പകൽക്കൽപ്പം ബ്രഹ്മാവിൻ്റെ, അതെത്രയാണെന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? 14 മന്വന്തരാണ് ഒരു പകൽക്കൽപ്പം. അപ്പോൾ എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് ക്ഷേത്രാരാധന മാറ്റാൻ പറ്റുമോ? ഇതൊക്കെ ക്ഷേത്രവിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, തന്ത്രിമാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാറ്റം നടത്തുമ്പോൾ തന്ത്രിമാരും ചിന്തിക്കണം, അങ്ങനെ ആ ഒരു കൽപ്പാന്തകാലത്തോളം പറഞ്ഞത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. ആ പ്രതിഷ്ഠ നടത്തുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. പുനഃപ്രതിഷ്ഠ നടത്തുമ്പോഴും ആ പ്രാർത്ഥന ആവർത്തിക്കണം. അതാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഭട്ടതിരിപ്പാട് തൻ്റെ അനുഭവത്തിലൂടെയും അതുപോലെ തന്നെ അതിൻ്റെ ഗൂഢാർത്ഥത്തെയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ശ്ലോകം 3. സ പുനഃ, ആ ബ്രഹ്മാവാകട്ടെ ഭഗവത് പ്രസാദാത് അനുദിനം, അങ്ങയുടെ അനുഗ്രഹത്താൽ ദിവസേന അസ്മാദൃശാം അഹർമുഖ കൃത്യതുല്യാം സൃഷ്ടിയും കരോതി. മനുഷ്യരെ പോലെ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യം മുതൽ സായം സന്ധ്യാവന്ദനത്തിന് പോകുന്നവരെയുള്ള നിത്യകർമ്മം ചെയ്യുന്നതുപോലെ സൃഷ്ടികർമ്മം ചെയ്യുന്നു. ബ്രാഹ്മകൽപ്പജനുഷാം പരായുഷാം അവിതു, മുമ്പ് ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ച് നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ച ചിരഞ്ജീവികൾക്കും മുതാ സുപ്ത പ്രബോധന സമാ സൃഷ്ടി അസ്തി, കൽപ്പാരംഭത്തിൽ ഉറങ്ങിയുണരുന്നതിനോട് സമാനമായ സൃഷ്ടിക്രിയാവിശേഷമുണ്ട്.
എങ്ങനെയാണോ മനുഷ്യൻ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം തൻ്റെ സാധാരണ കർമ്മത്തിലേക്ക് പോയി രാത്രിയായി സന്ധ്യ കഴിഞ്ഞാൽ ഉറക്കത്തിലേക്ക് പോകുന്നു, അതുപോലെ ബ്രഹ്മാവും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പകൽക്കൽപ്പത്തിൽ സൃഷ്ടികർമ്മം, രാത്രികൽപ്പത്തിൽ ഉറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നാലാമത്തെ, പഞ്ചാശദബ്ധമധുന സ്വഭയോർദ്ധരൂപ വേഗം പരാർദ്ധമതിവൃത്തി വർത്തതേ സൗ തത്രാന്തരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരേണ ച ഭവദ്വിലാസാൻ. അധുനാ അസൗ സ്വയോർദ്ധരൂപം പഞ്ചാശദബ്ധം ഏകം പരാർദ്ധം അതിവൃത്യവർത്തേ ദേഹി. ഇപ്പോഴത്തെ ബ്രഹ്മാവ് തൻ്റെ ആയുസ്സിൻ്റെ ഒന്നാമത്തെ പകുതിയായ 50 വർഷം ഒന്നാം പരാർദ്ധം പിന്നിട്ടിരിക്കുകയാണ്. ഭൂമൻ, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഗുരുവായൂരപ്പ, തത്ര അന്ത്യരാത്രി ജനിതാൻ ഭവദ്വിലാസൻ, ബ്രാഹ്മകൽപ്പാവസാന രാത്രിയിലുണ്ടായ അങ്ങയുടെ ലീലകളെയും പശ്ചാദിനാവതരേണ ച കഥയാമി, തുടർന്നുള്ള ആത്മകൽപ്പാരംഭത്തിലുള്ള അങ്ങയുടെ ലീലകളെയും ഞാൻ വർണ്ണിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ ആയുസ് 100 ബ്രഹ്മവർഷം നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഇപ്പോഴുള്ള ബ്രഹ്മാവുണ്ടല്ലോ, ഇപ്പോഴത്തെ ഈ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മന്വന്തരത്തിലെ ബ്രഹ്മാവിൻ്റെ വയസ്സ് 50 കഴിഞ്ഞു. 50 വയസ്സ് കഴിഞ്ഞ ആളായിട്ടാണ് ഇപ്പോഴത്തെ ബ്രഹ്മാവുള്ളത്. അതിന് പരാർദ്ധം എന്ന് പറയും. അതായത് ബ്രഹ്മായുസിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞിരിക്കുന്നു. ആദ്യ പ്രകൃതിയെ പരാർദ്ധം എന്നാണ് പറയുന്നത്. ബ്രാഹ്മകൽപ്പങ്ങളിലെ ബ്രാഹ്മകൽപ്പാവസാന രാത്രിയിൽ നടന്ന ഭഗവത് ലീലകളും അടുത്ത ആത്മകൽപ്പാരംഭത്തിലുള്ള ഭഗവാന്റെ ലീലകളുമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. ഓരോ കൽപ്പത്തിനും ഓരോ പേരാണ്. ഓരോ ദിവസം, ഇപ്പോൾ നമ്മൾ ഞായർ, തിങ്കൾ, ചൊവ്വ എന്നൊക്കെ പറയുന്നത് പോലെ ബ്രഹ്മാവിൻ്റെ ഓരോ കൽപ്പത്തിനും ഓരോ പേരാണ്. അത് നമ്മൾ ആദ്യത്തെ ബ്രാഹ്മകൽപ്പം എന്ന് പറഞ്ഞു. അടുത്ത് വരാൻ പോകുന്ന കൽപ്പത്തിന് പാത്മകൽപ്പം. അങ്ങനെ ആ കൽപ്പം അങ്ങനെ ആ പേര് മാറി മാറി ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കൽപ്പത്തിൻ്റെ പേര് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ശ്വേത വരാഹകൽപ്പം എന്നാണ്. ശ്വേത എന്ന് പറഞ്ഞാൽ വെളുത്ത, വരാഹം എന്ന് പറഞ്ഞാൽ പന്നി, വെളുത്ത പന്നി. അതായത് വരാഹാവതാരത്തെയാണ് ഇവിടെ ദ്യോതിക്കുന്നത്. ആ ശ്വേതവരാഹ കൽപ്പത്തിലെ കലിയുഗത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അത് അത്രത്തോളം നമ്മൾ ഈ കാലഗണന മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളതല്ല വർഷം മാത്രം ഇത്ര നൂറ്റാണ്ട് അതിൽ ജനിച്ചു എന്നുള്ള ഇതെല്ലാം ചരിത്രങ്ങൾ. പക്ഷെ ചരിത്രം അതിനും പിന്നോട്ട് പോകണം. അതിൽ കൽപ്പം എപ്പോഴും അതാണല്ലോ പുരാണങ്ങളുടെ പ്രസക്തി. പുരാണത്തിൽ വർഷങ്ങൾക്കും മുമ്പുള്ളതായ കാലങ്ങളെ വളരെ ശാസ്ത്രീയമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പാശ്ചാത്യരുടെ എഡ്യൂക്കേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താതെ തമസ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. അവരുടേതായ കാലഗണന, അവർക്ക് നൂറ്റാണ്ട്, പതിറ്റാണ്ട് അങ്ങനെയൊക്കെയുള്ളൂ. അതിനപ്പുറം അവർക്ക് ചിന്തിക്കാൻ വയ്യ. പക്ഷെ നമ്മുടെ ഋഷിമാർ എത്രയോ കാലത്തിനപ്പുറം നിന്നുകൊണ്ട് അതിൻ്റെ മുമ്പുള്ള കാലങ്ങളെപ്പറ്റി കൃത്യമായിട്ട് എവിടെയെങ്കിലും ഒരു തെറ്റുപോലും വരാതെ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അജ്ഞാനികളെ പോലെ കഴിയുകയാണ്. മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്നത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ദുർഗതി. എല്ലാം നിറഞ്ഞ ജ്ഞാനമുള്ള ഒരു സനാതനധർമ്മം, അതിലുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ പോലുമില്ലാതെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. മറ്റു മതങ്ങളൊക്കെ അവരുടെ ഇതെല്ലാം അടിസ്ഥാന തത്വങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടായിരിക്കുന്നത്. നമ്മളാണെങ്കിൽ അതിനോട് ഒരു താല്പര്യമില്ല. എന്തെങ്കിലും കാര്യം അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ഹോംവർക്ക് ചെയ്യുക, അത് സ്വയം ചിന്തിക്കുക, എന്നിട്ടത് ഉറപ്പിക്കുക, എന്നിട്ടത് അടുത്ത തലമുറയിൽ കൈമാറുക. അങ്ങനെയാണല്ലോ ഒരു സംസ്കാരം അങ്ങനെ വളർന്ന് അല്ലെങ്കിൽ കൈമാറി ഈ ദശയിൽ വരെ എത്തിയിരിക്കുന്നത്. അത് ആ ഒരു ഗൗരവം എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം എങ്ങനെ കഴിച്ചു തീർക്കലല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ജ്ഞാനം, അറിവ് നമ്മുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ അത് മഹാപാപം എന്ന് തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്. അതാണ് അത്രയും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ അർത്ഥത്തോടു കൂടി നാരായണം വായിക്കണം. അല്ലാതെ ഒരുപാട്
തവണ നാരായണം വായിച്ചു, പാരായണ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. അതിൻ്റെ അർത്ഥവും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ആഴത്തിലിറങ്ങണം. അപ്പോഴാണ് ആ ജ്ഞാനമുത്തുകൾ നമുക്ക് വാരിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. അതാണ് ഭട്ടതിരിപ്പാട് ചൂണ്ടിക്കാണിച്ചു തരുന്നത് അർത്ഥം. ഇനി ശ്ലോകം 5. അത സരോജയോനിഹി ദിനാവസാനേ, ബ്രഹ്മാവിൻ്റെ അവസാന രാത്രിയിൽ സുഷുപ്തി കാമസ്ത്വയി സന്നലില്ലേ, ഉറങ്ങാനുള്ള ആഗ്രഹത്താൽ അങ്ങയിൽ ലയിച്ചു. ജഗന്തിത്വജ്ജഠരം സമീയൂച, ജഗത്തും അങ്ങയുടെ ഉദരത്തിൽ ലയിച്ചു. തഥാ ഇതം വിശ്വം ഏകാർണവം വാസ, ആ സമയത്ത് ലോകം മുഴുവനും മഹാസമുദ്രമായി മാറി. ആ രാത്രിനെപ്പറ്റി പറയാണ് ബ്രഹ്മാവിൻ്റെ. ഈ ശ്ലോകത്തിൽ ആദ്യം ബ്രഹ്മാവിനെ സരോജയോനി എന്ന് വിശേഷിപ്പതിൻ്റെ ഔചിത്യം. സരോജ എന്ന് പറഞ്ഞാൽ താമര, താമരയിൽ നിന്നുണ്ടായി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആദ്യകൽപ്പത്തിലെ ബ്രഹ്മാവ് സത്യലോകത്തിൻ്റെ മുകളിലിരിക്കുന്ന വിരാട് പുരുഷനാണ് ഉണ്ടായത്. ആദ്യത്തെ ബ്രഹ്മാവ് സത്യലോകത്തിൽ ഇരിക്കുന്ന വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്നുണ്ടായി എന്നല്ലേ പറയുന്നു. അതെ, ഈ വസ്തുത ദശകം 7 1-ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വ്യക്തമാക്കിയിരിക്കുന്നു. സരോജയോനി എന്നാൽ താമരയിൽ ജനിച്ചവൻ എന്നാണ് അർത്ഥം. ഈ സന്ദർഭത്തിൽ ഈ വാക്ക് പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്നൊരു ചിന്തയുണ്ടാവാം. അടുത്ത കൽപ്പത്തിലാണ് ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ നിന്ന് ഉത്ഭവിച്ചത്. അടുത്ത ഇതിലാണ്. അതാണ് അതിനെ പാൽമ കൽപ്പം എന്ന് പറയാനുള്ള കാരണം. ഈ പശ്ചാത്തലത്തിൽ ഈ ശ്ലോകത്തിൽ എങ്ങനെ ആ പദം യോജിക്കുമെന്നാണ് സംശയം. ഇതിനു മുമ്പ് എത്രയോ ബ്രാഹ്മകൽപ്പവും പാത്മകൽപ്പവും കടന്നു പോയിരിക്കുന്നു. ഈ കാലം നിൽക്കുന്നില്ലല്ലോ, സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോകുന്നു? ചക്രം പോലെയാണ്. ചക്രത്തിൻ്റെ പ്രത്യേകത ഒരു പോയിൻ്റ് നിന്ന് വിട്ടാൽ ആ പോയിൻ്റിലേക്ക് വീണ്ടും വരുന്നു. അല്ലാതെ ഇങ്ങനെ നേരെ ദീർഘമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ല, ചക്രമാണ്. അപ്പോൾ ഈ കാലങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ മേടമാസം, കടവം, മിഥുനം, കർക്കിടം എന്ന് പറഞ്ഞിട്ട് മീനത്ത് നിർത്തി, പിന്നെ നമ്മൾ വീണ്ടും മേടം എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ എത്രയോ മേടങ്ങളും അതുപോലെ ഇടവങ്ങളും കഴിഞ്ഞു പോയി. അതുപോലെ നമ്മളിപ്പോൾ കലിയുഗത്തിലാണ് കഴിയുന്നത്. ഈ കലിയുഗത്തിന് മുമ്പ് എത്രയോ കലിയുഗങ്ങൾ നേരത്തെ കഴിഞ്ഞു പോയി. അപ്പോൾ കൽക്കി അവതാരം വരാൻ പോകുന്നതിൽ എങ്ങനെ അത് പുരാണത്തിൽ വന്നു എന്നൊരു ചില സംശയം ഉണ്ടാവും. പക്ഷേ ഈ പുരാണമൊക്കെ രചിക്കുന്ന കാലത്തിന് മുമ്പ് എത്രയോ കലിയുഗങ്ങൾ വന്നു പോയിട്ടുണ്ട്. ആ കലിയുഗത്തിൽ കൽക്കി അവതരിച്ചിട്ടുണ്ട്. ആ കൽക്കിയുടെ അവതാര മഹത്വം അവിടെയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അത് ഈ കാലത്ത് നമുക്ക് നൽകുന്നു. വരാൻ പോകുന്ന ആ ഒരു കൽക്കി അവതാരമാണ് വരാൻ പോകുന്നത് പറയാൻ പറ്റും. കഴിഞ്ഞ വർഷം നമ്മൾ മേടമാസം 1-ാം തീയതി വിഷു നടത്തി. ഇനി ഇപ്രാവശ്യം എന്താ ചെയ്യുകയെന്നല്ല, നമ്മൾ അതേപോലെ ഈ മേടമാസത്തിൽ നടത്തുന്നു. വരാൻ പോകുന്ന എത്രയോ മേടമാസങ്ങളിൽ വിഷുക്കണി തന്നെ നടത്തും. അപ്പോൾ അത് പലരും ഒരു സംശയത്തോടെ നമ്മുടെ കാലഘടന അനുസരിച്ച് സങ്കുചിതമായി ചിന്തിക്കുമ്പോഴാണ് ഈ സംശയങ്ങൾ നമ്മളുണ്ടാകും. അതുപോലെ നമ്മളൊക്കെ എത്രയോ തവണ ജനിച്ചു, അതുപോലെ മരിച്ചു. എല്ലാം ഈ ജന്മത്തോടെ എല്ലാം കഴിഞ്ഞു എന്നാണ്. ഇല്ല. ജാതസ്യ ധ്രുവോ മൃത്യുർധ്രുവം ജന്മമൃതസ്യ ച. അർജുന, ജനിച്ചിട്ടുണ്ടോ മരണം ഉറപ്പാണ്, മരിച്ചിട്ടുണ്ടോ ജനനവും അതുപോലെ തീർച്ചയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എത്രയോ കാലം മുമ്പും നമ്മൾ ജനിച്ചു. കൃതയുഗത്തിലും നമ്മൾ ദ്വാപരയുഗത്തിലും ജനിച്ചു. ദ്വാപരയുഗത്തിൽ കലിയുഗത്തിൽ, ഇനി വീണ്ടും കൃതയുഗത്തിൽ. അത് ഭഗവാൻ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിരാശ പാടില്ല. ഈ ജന്മത്തിൽ നമുക്ക് സാധിക്കാതെ വന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട സമാധാനം എന്താണ്? അടുത്ത ജന്മത്തിൽ അത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇന്നൊരു കർമ്മം ചെയ്യാൻ പറ്റും, നാളെ എന്ന് പറയുന്നില്ലേ? അല്ല, ഈ വർഷം നമ്മൾ നടത്തില്ല, അടുത്ത കൊല്ലം എന്ന് പറയുന്നില്ലേ? അതുപോലെ നമ്മൾ ഈ ജന്മത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ദുഃഖം വേണ്ട. പല കാരണങ്ങളാലും ചിലപ്പോൾ നീട്ടിവെച്ച് അവസാനം വാർദ്ധക്യതരത്തിനും അയ്യോ ഞാൻ ഈ ജന്മം ചെയ്ത് കഴിഞ്ഞില്ലേ, വിഷമിക്കേണ്ട, അടുത്ത ജന്മത്തിൽ അത് ചെയ്യാം. അത്ര ജന്മങ്ങൾ നമ്മൾ കടന്നുപോയി. അതാണ് വാസനകൾ വരുന്നത്. ജന്മവാസനകൾ അത് മായ്ച്ചാൽ പോയില്ല എന്ന് പറയുന്നു. പൂർവ്വജന്മ സുഹൃതം, അതൊക്കെ നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഓരോ സുഹൃതം ചെയ്താൽ അതിൻ്റെ ഫലം ആ ജന്മത്തിൽ തന്നെ അനുഭവിക്കണമെന്നില്ല, അടുത്ത ജന്മത്തിലായിരിക്കും. അതുപോലെ ദുഷ്കർമ്മം ചെയ്താലും
ആ ജന്മത്തിൽ അനുഭവിക്കുന്നതിന് പകരം ഈ ജന്മത്തിൽ അനുഭവിക്കണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ കാലത്തിൻ്റെ പ്രവാഹത്തിലുണ്ടാവുന്ന കർമ്മങ്ങൾ എങ്ങനെ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് താമരയിൽ ജനിച്ചു എന്നുള്ളത് മുമ്പേ ആ അർത്ഥത്തിൽ അത് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ നമ്മുടെ ഭട്ടതിരിപ്പാട് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്ലോകം 6. തവൈവ വേഷേ ഫണിരാജിശേഷേ ഭുവനെ ജലേകശേഷേ. ലോകം ജലം മാത്രമായി മാറിയപ്പോൾ തവ ഏവ വേഷേ ഫണിരാജിശേഷേ ത്വം. അങ്ങയുടെ തന്നെ മറ്റൊരു വേഷമായ ശേഷനാഗരാജാവിൽ ആനന്ദ സാന്ദ്രാനുഭവസ്വരൂപ ആനന്ദഘനാനുഭൂതിസ്വരൂപനായി സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാശേഷ്മ തൻ്റെ യോഗനിദ്രയാൽ അലങ്കൃതനായി പള്ളിക്കുറിപ്പ് കൊണ്ടു. നൈമിത്തിക പ്രളയജലത്തിൽ രാത്രിയിൽ ആണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. അതിൽ ആദിശേഷനെ മെത്തയാക്കി, ശേഷനാഗം എന്ന് പറയുക അനന്തശേഷനെ മെത്തയാക്കി ഭഗവാൻ യോഗനിദ്രയെ പ്രാപിച്ചു. അതായത് മഹാവിഷ്ണുവും യോഗനിദ്രയിലാണ്, അതനുസരിച്ച് ബ്രഹ്മാവും യോഗനിദ്രയിലേക്കാണ്. അടുത്ത സൃഷ്ടിയെപ്പറ്റി ഭഗവാൻ വിഭാവനം ചെയ്യുന്നു എന്നാണ്. ഓരോ കാലഘട്ടങ്ങളിലും അടുത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തേണ്ടതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ആ കർമ്മത്തെപ്പറ്റി ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് സങ്കല്പിക്കുമല്ലോ, പ്ലാൻ ചെയ്യുക നമ്മളതിനെപ്പറ്റി പറയും. അതുപോലെ ബ്രഹ്മാവും അടുത്ത സൃഷ്ടിയെപ്പറ്റി പ്ലാൻ ചെയ്തു. അങ്ങനെ ആ രാത്രി കാലത്ത് ബ്രഹ്മാവ് തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ ദിവസവും ബ്രഹ്മാവ് പകൽ സമയത്ത് കർമ്മം ചെയ്യുകയും രാത്രി സമയത്ത് ഉറങ്ങുകയും പിന്നെ വീണ്ടും എഴുന്നേൽക്കുകയും, അങ്ങനെയുള്ള ബ്രഹ്മാവ് ചെയ്യുന്ന കർമ്മം ഏതൊക്കെ സമയത്താണോ ചെയ്യുന്നത് അതുപോലെയാണ് മനുഷ്യരും അവരുടെ ഒരു ദിവസത്തെ കർമ്മവും ചെയ്യുന്നത്. എവിടുന്ന് കിട്ടി രാവിലെ എണീക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ ചെയ്യുന്നത് ബ്രഹ്മാവിൽ നിന്നാണ്. സൃഷ്ടിയുടെ ആ തുടക്കം അദ്ദേഹമാണല്ലോ. അദ്ദേഹം അതുപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് നമുക്കും പാഠമായി വരേണ്ടതെന്നർത്ഥം. ഇതൊന്നും ആരും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചതൊന്നുമല്ല നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഗവൺമെൻറ്റും ഉണ്ടാക്കിയതല്ല. ഒരു നിയമപുസ്തകത്തിൽ ഇതൊന്നുമില്ല. ഈ നിയമപുസ്തകത്തിലുള്ളത് രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നുള്ളത് ഒരു നിയമപുസ്തകം എപ്പോൾ വേണം എണീക്കാം. അതുപോലെ അച്ഛൻ അമ്മ എന്നുള്ള സങ്കല്പമൊക്കെ നിയമത്തിൽ എങ്ങനെയാണ് പറയുന്നത്? അതിൻ്റെ ഒരു വ്യക്തിയാണ് അച്ഛനും അമ്മയും എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ സംസ്കാരമാണ് മഹത്വം നൽകി ആ ഓരോ സങ്കല്പങ്ങളെയും ആധ്യാത്മീകരിക്കുന്നത്. ഈ സംഭവം പ്രത്യേകം മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി.